സംസ്ഥാന സ്കൂൾ കലോത്സവം കൊണ്ട് ലക്ഷ്യമിട്ടത് എന്താണെന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു യേശുദാസും പി ജയചന്ദ്രനും. സംഗീതത്തിലെയും നൃത്തത്തിലെയും സാഹിത്യത്തിലെയും മഹാപ്രതിഭകളെ നാടിന് മുന്നിൽ നിർത്തുക എന്ന ആ ലക്ഷ്യം രണ്ടാം കലോത്സവത്തിൽ തന്നെ സഫലമായത് ഇരുവരുടെയും ഒന്നാം സ്ഥാനം കൊണ്ടുകൂടിയാണ്. വർഷം 1958 രണ്ടാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ അരങ്ങ്. സമാപന ദിവസം ഒന്നാം സ്ഥാനക്കാരുടെ കലാപരിപാടികൾ. ശാസ്ത്രീയ സംഗീതത്തിൽ ഒന്നാം സ്ഥാനം നേടിയ KJ യേശുദാസിന്റെ വായ്പാട്ട് കേൾക്കാൻ അരങ്ങിന്റെ മുന്നിൽ നിൽക്കുന്നത് പിതാവ് അഗസ്റ്റിൻ ജോസഫ്. ആ സംഗീതത്തിന് മൃദംഗം വായിക്കുന്നത് ഒന്നാം സ്ഥാനം നേടിയ P ജയചന്ദ്രൻ. അഗസ്റ്റിൻ ജോസഫിന് അടുത്തുനിന്ന് അത് ആസ്വദിക്കുന്നത് ജ്യേഷ്ഠൻ P സുധാകരൻ. ആ നിൽപ്പിൽ അഗസ്റ്റിൻ ജോസഫും P സുധാകരനും പരിചയക്കാരായി. അരങ്ങിൽ നിന്ന് ഇറങ്ങി വന്ന യേശുദാസും സുധാകരനും അടുത്ത സുഹൃത്തുക്കളുമായി. മൃദംഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ P ജയചന്ദ്രൻ ലളിത സംഗീതത്തിലും ഒന്നാം സ്ഥാനക്കാരനായിരുന്നു. ഒന്നാം സ്ഥാനമുണ്ടെങ്കിലും യേശുദാസിനേക്കാൾ 4 വയസ്സ് ചെറുപ്പമായ ജയചന്ദ്രൻ ആ കൂട്ടത്തിൽ കേൾവിക്കാരനായ ബാലനായി നിന്നു. യേശുദാസും സുധാകരനും വലിയ അടുപ്പക്കാരായി, സുഹൃത്തുക്കളായി. ആകാശവാണിയിൽ ശബ്ദപരിശോധനയ്ക്ക് പോയി തിരസ്കരിക്കപ്പെട്ടു മടങ്ങിയ യേശുദാസിനെ ചേർത്ത് നിർത്താൻ സുധാകരനൊപ്പം ചെന്നു. 3 വർഷത്തിനുള്ളിൽ 1961 കാൽപ്പാടുകളിൽ ജാതിഭേദം മതദ്വേഷം പാടി യേശുദാസ് മലയാള സിനിമയിൽ ഉദിച്ചുയർന്നു. യേശുദാസിനേക്കാൾ 4 വയസ്സ് ചെറുപ്പമായ ജയചന്ദ്രൻ കൃത്യം 4 വർഷത്തിനു ശേഷം 1965 ആദ്യ ഗാനം പാടി. കുഞ്ഞാലി മരയ്ക്കാർ എന്ന സിനിമയിൽ മുല്ലപ്പൂമാലയുമായി എന്ന ഗാനം. അതിന് വഴിയൊരുക്കിയത് യേശുദാസും സുധാകരനുമായുള്ള സൗഹൃദമായിരുന്നു. 1966 22-ാം വയസ്സിൽ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനത്തിലൂടെ ജയചന്ദ്രൻ യേശുദാസിന്റെയും സുധാകരന്റെയും നിഴൽ വിട്ട് നടക്കാൻ തുടങ്ങി. അനുരാഗ ഗാനം പോലെ തൊട്ടടുത്ത വർഷം എക്കാലത്തെയും സൂപ്പർ ഹിറ്റ്. പാട്ടിൽ 2 വഴികളായിരുന്നു യേശുദാസിനും ജയചന്ദ്രനും. ശാസ്ത്രീയ സംഗീതത്തിന്റെ ചിട്ടകൾ ഒപ്പിച്ച് ഓരോ രാഗത്തെയും പൂർണ്ണമാക്കി യേശുദാസ് പാടി. ശബ്ദം നിലനിർത്താൻ കടുത്ത ചിട്ടകൾ പാലിച്ചു. ഭാവവും മോഹവുമായിരുന്നു ജയചന്ദ്രന്റെ ഗുരുക്കന്മാർ. ഐസ്ക്രീം ആവോളം സേവിച്ചും വിരുദ്ധ ഭക്ഷണങ്ങൾ തോന്നും പോലെ കഴിച്ചും എല്ലാ സംഗീത ചിട്ടകളെയും തെറ്റിച്ചു. യേശുദാസ് സംഗീതത്തിന്റെ ഓരോ സൂക്ഷ്മ മാറ്റങ്ങളും കാലത്തിനൊപ്പം അറിഞ്ഞുപാടി. ജയചന്ദ്രൻ തലമുറകളുടെ ഓരോ സൂക്ഷ്മമാറ്റങ്ങളും അറിഞ്ഞ് അവർക്കായി പാടി. പ്രായം മോഹവും, മോഹം താളവും, താളത്തുമ്പത്ത് ഊയാലുമൊരുക്കി. ലോകത്ത് മറ്റൊരിടത്തുമുണ്ടാകില്ല ഇങ്ങനെ പരസ്പരം അറിഞ്ഞ് അരനൂറ്റാണ്ടിലേറെ നിലനിന്ന 2 മഹാപ്രതിഭകൾ. റിസർച്ച് ഡെസ്ക്, ന്യൂസ് മലയാളം.